കർഷകനായ കണാരന്റെ വീട്ടിൽ എലിശല്യം പെരുകി. എങ്ങനെയെങ്കിലും എലികളെ ഇല്ലാതാക്കാൻ പല വഴികളും പയറ്റി നോക്കി. ഒടുവിൽ അയാളൊരു പൂച്ചയെ വാങ്ങി. സരസു, ഇന്നു മുതൽ എലികളുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. പത്തായപ്പുരയിലെ ധാന്യങ്ങളെല്ലാം തിന്ന് എലികൾ സുഖിച്ചു കഴിയല്ലേ. ഇനി എലികളെ ഒന്നൊന്നായി തിന്ന് ഈ പൂച്ചയ്ക്ക് ഇവിടെ സുഖമായി കഴിയാം. ഇവനെ നമുക്ക് മിട്ടു എന്ന് വിളിക്കാം. ആ കൊള്ളാം, മിട്ടുപൂച്ച. മിട്ടുപൂച്ചേ. അയ്യോ പൂച്ച, ഇനി ഇവിടെ നിന്നാൽ അപകടമാ. എത്രയും വേഗം കൂട്ടുകാരെ അറിയിക്കണം. മിട്ടു എന്ന പേര് അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നീ വേഗം അവന് പാലെടുത്തു കൊടുക്ക്. പാലും നെയ്യും ഒക്കെ കഴിച്ച് മിട്ടു അങ്ങ് തടിച്ചു കൊഴുക്കട്ടെ. എലികളെ പിടിക്കാനുള്ളതല്ലേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മിട്ടുപൂച്ചയെ പേടിച്ച് എലികൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങാതെയായി. ആ പൂച്ചയെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ദിവസങ്ങളായി. ആരെങ്കിലും എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചെങ്കിൽ പറ. ഹോ, തല പുകഞ്ഞ് ആലോചിച്ചിട്ടും ഇതുവരെ ഒരു വഴിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആശാനെ. എങ്കിൽ എത്രയും വേഗം നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. അതുവരെ ആരും അവന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിലിരുന്ന് ഒരു തേങ്ങാമുറി തിന്നുകയായിരുന്നു. ആ സമയം ആ പൂച്ച അവിടേക്ക് വന്നു. അയ്യോ, എന്നിട്ടോ? അവൻ മെല്ലെ എന്റെ അടുത്തേക്ക് നടന്നെടുത്തു. ഞാൻ ആ തേങ്ങാമുറിയും കടിച്ച് കിടുകിടാ ഉറച്ചങ്ങനെ നിൽക്കുമ്പോ എന്റെ അടുത്തൂടെ അവനങ്ങ് കടന്നുപോയി. അയ്യോ, എന്നിട്ടവൻ നിന്നെ ഒന്നും ചെയ്തില്ലേ? അവനെന്നെ കണ്ടിട്ടും കാണാത്ത പോലെയാ കടന്നുപോയത്. എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ വീട്ടുകാർ കൊടുക്കുന്ന പാലും മുട്ടയും ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് തടിച്ച് കൊഴുത്തിരിക്കുക ആ പൂച്ച. നമ്മളെ എല്ലാവരെയും ഒറ്റയടിക്ക് തിന്നു തീർക്കാനാവും അവന്റെ പരിപാടി. കൂട്ടുകാരെ ഒച്ച വെക്കാതെ കാര്യം എന്താണെന്ന് പറയടോ. നമ്മുടെ കുഞ്ഞനെലിയും അവിടുത്തെ തടിയൻ പൂച്ചയും കൂടെ അവിടെ. അയ്യോ, നമ്മുടെ കുഞ്ഞനെ അവൻ. എല്ലാരും വാ. നീ ആള് കൊള്ളാലോ, മഹാകുസൃതിയാണല്ലോടെ നീ. എന്താ നിന്റെ പേര്? ഞാൻ കുഞ്ഞൻ. ചേട്ടന്റെ പേരെന്താ? ഞാൻ മിട്ടു. എല്ലാവരും എന്നെ മിട്ടുപൂച്ചയെന്ന് വിളിക്കും. എലികളുമായിട്ടാണോ നിന്റെ കൂട്ട്? കടിച്ച് കൊല്ലടാ എലിയെ. അയ്യോ, ഓ, ആ എലി രക്ഷപ്പെട്ടല്ലോ. ഒരു ചുണ്ടലിയെ പോലും പിടിക്കാൻ നിന്നെ കൊണ്ടാവുന്നില്ലല്ലോ മിട്ടു. ഓ പൂച്ചേ, വെറുതെ തിന്ന് കൊഴുക്കുന്നതല്ലാതെ ഈ പൂച്ചയെ കൊണ്ട് ഇവിടെ ഒരു ഉപകാരവുമില്ല. എന്താ സരസു? ഓ, ഇവിടുത്തെ പൂച്ചയുടെ കാര്യം പറഞ്ഞതാണേ. എലിയെ പിടിക്കാൻ വേണ്ടി ഒരു പൂച്ചയെ വാങ്ങി. അതിനിപ്പോ എന്തു പറ്റി? പൂച്ച തിന്ന് കൊഴിക്കുകയും ചെയ്തു, എലികൾ പെറ്റ് പെരുകയും ചെയ്തു. കൺമുന്നിലൂടെ എലി ഓടിയാലും ആ പൂച്ച കണ്ട ഭാവം നടിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? സത്യത്തിൽ മിട്ടുപൂച്ച എലികളുടെ ശത്രുവല്ല, മിത്രമാണ്. ഓ, വെറുതെ ഒച്ച വെക്കാതെ ഒന്ന് പോടേ. ഞാനൊന്നുറങ്ങട്ടെ. ഓ
എടാ തടിയാൻ പൂച്ചേ, നീ ഇത് കണ്ടില്ലേ? തിന്ന് തടിച്ച് കൊഴുത്ത് മടിയനായി വളർന്ന മിട്ടുപൂച്ചയെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ ഒരു ദിവസം ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഉപേക്ഷിച്ചു. ഓ, എലികളെ കൊണ്ട് പൊറുതിമുട്ടി ഒരു പൂച്ചയെ വളർത്തിയിട്ട് അതും വെറുതെ ആയി. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുട്ടു എന്ന് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സരസു, ദേ ഒരു പൂച്ച വരുന്നു. ഇത് മിട്ടുപൂച്ചയല്ലേ? 2 ആഴ്ച കൊണ്ട് ഇവൻ ആകെ അങ്ങ് മെലിഞ്ഞല്ലോ. ഇനി ഇതിന് ഞാൻ തീറ്റ കൊടുക്കില്ല, പട്ടിണി കിടക്കട്ടെ. പട്ടിണി കിടന്നപ്പോ കഷ്ടപ്പെട്ട് ഇര പിടിച്ച് ജീവിക്കാൻ അവൻ പഠിച്ചു. ഇനി ഇവിടത്തെ എലികളെ മുഴുവൻ നമ്മുടെ മിട്ടു തിന്നു തീർത്തോളും. മടി മാറി മിടുക്കനായ മിട്ടുപൂച്ച ആ വീട്ടിലെ എലികളെ എല്ലാം ഇല്ലാതാക്കി. അങ്ങനെ മിട്ടു അവർക്ക് ഏറെ പ്രിയപ്പെട്ടവനായി. ഹലോ ജൂനു, നിനക്ക് എന്ത് പറ്റി? നിനക്കൊരു ഉത്സാഹമില്ലല്ലോ. ഒന്നും പറയണ്ട, ഞാൻ വല്ലാത്തൊരു ദുഃഖത്തിലാണ്. അയ്യോ, നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? അതാണ് കൂട്ടുകാരാ എന്റെ പ്രശ്നം. എനിക്കിപ്പോ ഒച്ചത്തി കുറയ്ക്കാൻ പറ്റുന്നില്ല. പാവം, നിനക്ക് പനി പിടിച്ചതാണ്. ഈ നായ്ക്ക് എന്തോ അസുഖമുണ്ട്. ഉടനെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം. ഞാനും കുറച്ചു ദിവസമായി ചിന്തിക്കുന്നു, കുരയ്ക്കാത്ത നായെ കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. എങ്കിൽ സമയം കളയണ്ട, വെറുതെ ഇതിനൊക്കെ ആഹാരം കൊടുക്കണ്ടല്ലോ. എന്തായാലും രാവിലെ ആകട്ടെ. ഏതാ ഈ പൂച്ച? ഇതെവിടുന്ന് കയറി വന്നു? ഓടിക്കും മനുഷ്യ അതിനെ. നാളെ എന്തായാലും ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. വെറുതെ നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. ശരി, ഞാൻ വരാം. എന്നാ വൈകണ്ട, പോയേക്കാം. വിഷമിക്കേണ്ട ചങ്ങാതി, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. പൂച്ചയോടൊപ്പം ഇറങ്ങിയ നായ തന്റെ യജമാനന്റെ വീട്ടിൽ നിന്നും വളരെ ദൂരം നടന്നു കഴിഞ്ഞിരുന്നു. ചങ്ങാതി, ശരിക്കും നമ്മൾ എങ്ങോട്ട് പോകാനായി വന്നതാ? അങ്ങനെയൊന്നുമില്ല, ഇനിയിപ്പൊ നമുക്ക് കാട്ടിൽ പോവാം മൂങ്ങായതിനെ കാണാൻ. അയ്യോ, കാട്ടിലോ? എനിക്ക് ചെറിയ പേടിയുണ്ട്. ഞാനിതുവരെ കാട്ടിൽ പോയിട്ടില്ല. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ധൈര്യമായി പോര്. അങ്ങനെ ആദ്യമായി ജൂനു പുള്ളിപ്പൂച്ചയോടൊപ്പം കാട്ടിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത ദിവസം രാവിലെ ഇരുവരും കാട്ടിലെത്തിയിരുന്നു. ആദ്യമായി കാട് കാണുന്നതിന്റെ കൗതുകം ജൂനുവിന്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഹോ, ആഹാ, എന്ത് മനോഹരമാണ് ഇവിടം. അതെ അതെ, ഇത് നമ്മുടെ ഗ്രാമം പോലെയല്ല. ഇവിടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചങ്ങാതി ഇവിടെ മിക്കപ്പോഴും വരുമല്ലേ? ഹോ, ഭാഗ്യം തന്നെ. എനിക്ക് അസൂയ തോന്നുന്നു. എന്റെ പകുതി തളർച്ച മാറി. എനിക്കിപ്പോ അസുഖമൊന്നും ഇല്ല ചങ്ങാതി. എന്നാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അതിപ്പോ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അപ്പൊ നിനക്ക് വഴി അറിയില്ലല്ലേ? അത് ഞാൻ ഓർക്കുന്നില്ല.
ദേ നോക്ക്, ആ തത്തയോട് ചോദിച്ചു നോക്കാം. ഹലോ ചങ്ങാതി, ഒന്നിങ്ങ് വരാമോ? എന്ത് വേണം? ചങ്ങാതി, ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. എന്തിന്? മൂങ്ങ വൈദ്യനെ കാണാൻ വേണ്ടി. മൂങ്ങ വൈദ്യനോ? വിഡ്ഢികളെ, മൂങ്ങ വൈദ്യൻ ഇപ്പോൾ ഗ്രാമത്തിലാണ് താമസം. ഇവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ്. ചങ്ങാതി, സത്യം പറ, മൂങ്ങ വൈദ്യൻ ഗ്രാമത്തിലുണ്ടായിരുന്നു നിനക്ക് അറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. പിന്നെ ഇവിടെ എന്തിനാണ് നമ്മൾ വന്നത്? നമുക്ക് നടക്കാം, ഞാൻ എല്ലാം പറയാൻ ചങ്ങാതി. പറയൂ, എന്തിനാണ് നീ നുണ പറഞ്ഞത്? സത്യമായും കാട് കാണാനുള്ള കൊതി കൊണ്ടാണ് കൂട്ടുകാരാ. ഒറ്റയ്ക്ക് വരാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാനില്ലേ ധൈര്യമായി പോര് എന്നൊക്കെ പറഞ്ഞത്? അത് ഒരു പഞ്ചന് പറഞ്ഞതാ ചങ്ങാതി, ക്ഷമിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി മൂങ്ങ വൈദ്യനെ കാണാം. അസുഖം മാറിയാലേ യജമാനൻ എന്നെ വീട്ടിൽ കയറ്റൂ. ജൂനു, ചങ്ങാതി, നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോകാമെന്നേ. അയ്യോ, പാമ്പ്! ആഹാ, ഇന്നത്തെ ഇര കുറച്ച് വലുതാണല്ലോ. എന്ത് വേണം? ആ വഴിയിൽ നിന്ന് മാറിക്കോ. എന്റെ താവളത്തിൽ വന്നിട്ട് എന്നോട് മാറാനോ? ഇത്രയ്ക്ക് ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? നീ മാറുന്നോ ഇല്ലയോ? ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ നീ മാറും. ഓഹോ, അല്ല, നീ ആരാ? പറ, കേൾക്കട്ടെ. ഞാൻ സാക്ഷാൽ പുള്ളിപ്പുലിയുടെ മകനുമായി നടക്കാനിറങ്ങിയതാ. ഈ കാടയ്ക്ക് ഒന്ന് ചുറ്റി കാണാം. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. പുലിച്ചേട്ടനെ പോലെയുണ്ട് കാണാൻ. അല്ല, നിങ്ങൾ ഏത് പുലിയുടെ കാര്യമാണ് പറയുന്നത്? ഈ കാടിന്റെ രക്ഷകൻ പുലിയുടെ കാര്യം തന്നെ. ഓ, ഇവൻ പറഞ്ഞത് സത്യം തന്നെ. ആ, അതെയോ? എന്നാൽ യാത്ര നടക്കട്ടെ. പുലിച്ചേട്ടനോട് അന്വേഷണം പറയണേ. പാമ്പ് പോയി. ശരിക്കും പോയോ? ചങ്ങാതിക്ക് പുലി എങ്ങനെ അറിയാം? പുലി എല്ലായിടത്തും ഒരു സംഭവമാണല്ലോ, കേട്ടിട്ടില്ലേ? ഇവൻ പുലിയാണ് കേട്ടാ. അങ്ങനെ പറ. ഹൗ, എന്തായാലും രക്ഷപ്പെട്ടു. നമുക്ക് വേഗം പോവാം. എങ്ങോട്ട്? വീട്ടിൽ. ഇവിടെ അപകടമാണ്. അതേസമയം ആ വഴിയൊരു കുറുക്കനും പുലിയും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു. അല്ലേലും സിംഹരാജൻ ഒരു അഹങ്കാരിയാണെന്നേ. അതെ അതെ, അടുത്ത തവണ ഞാൻ തന്നെയാവും രാജാവ്. അങ്ങ് രാജാവായെങ്കിലേ കാട് നന്നാവൂ. ആരോ വരുന്നുണ്ടല്ലോ. ചങ്ങാതി, അപ്പ നീ ഒരിക്കപ്പോഴും കാട്ടിൽ വന്നിട്ടില്ലല്ലേ? എൻ്റെ പൊന്നു ചങ്ങാതി, ആദ്യമായിട്ടാണ് ഞാൻ കാട് കാണുന്നത്. ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. ഓഹോ, അപ്പോൾ സത്യമാണ് ചങ്ങാതി, ഞാൻ ഇതുവരെ തൊട്ടടുത്ത ഗ്രാമത്തിൽ പോലും പോയിട്ടില്ല. ആരാ നീ? ഇവിടെയെങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്ത് ധൈര്യത്തിലാണ് എന്നെ തട്ടി വീഴ്ത്താൻ നോക്കിയത്? അയ്യോ, ഞാൻ അങ്ങയോടുള്ള ബഹുമാനം അറിയിച്ചതല്ലേ. ഞാൻ ഇദ്ദേഹത്തിന്റെ അനുജനാണ്. ശരിയാണോ കുറുക്കച്ച? തന്റെ അനുജനാണോ ഇത്? എന്ന് ചോദിച്ചാ കൃത്യമായി പറയാൻ പറ്റുന്നില്ല, സംശയമുണ്ട്. എന്നെ പോലെയൊക്കെ ഉണ്ട് കാണാൻ. അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സഹോദരനുണ്ടെന്നൊക്കെ. അതെയോ? നീ ഏതാ? അയ്യോ, ഇത് എന്റെ ചങ്ങാതി, അടുത്ത വനത്തിലെ പുലിച്ചേട്ടന്റെ ഏക മകൻ. ആഹാ, അതെയോ? ഇന്ന് നിങ്ങൾ രണ്ടും എന്റെ അതിഥികളായി വരണം. അനുജ, എന്റെ ഒപ്പം വീട്ടിലേക്ക് വരില്ലേ?
അതിനെന്താ, വരാമല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടിയില്ലേ ഞങ്ങൾ വന്നത് തന്നെ. നായയുടെ കള്ളക്കഥകൾ വിശ്വസിച്ച് പുലിയും കുറുക്കനും ഇരുവരെയും ഒപ്പം കൂട്ടുകയും അവർക്ക് വേണ്ടതൊക്കെ നൽകി സൽക്കരിക്കുകയും ചെയ്തു. നമുക്കിവിടെ തന്നെ അങ്ങ് തുടർന്നാലോ ചങ്ങാതി? വിഡ്ഢി, നീ കാരണമാണ് നമ്മൾ കെണിയിൽ വീണത്. എല്ലാ കള്ളത്തരങ്ങളും ഉടനെ പൊളിയും. അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. വേഗം വാ. പണ്ടൊരിക്കൽ ഒരിടത്ത് വീരശൂര പരാക്രമിയായൊരു പൂച്ചയുണ്ടായിരുന്നു. അവിടെയുള്ള എലികളെ വേട്ടയാടിയാണ് അവൻ ജീവിച്ചത്. അയ്യോ ചേട്ടാ, എന്നെ കൊല്ലല്ലേ. ഏയ് ഇല്ലടാ, നിന്നെ ഞാൻ കൊല്ലില്ല. കൊല്ലാതെ ജീവനോടെ അങ്ങ് വിഴുങ്ങാം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പൂച്ചയ്ക്ക് വയസ്സായി. പ്രായം ചെന്നപ്പോൾ അവൻ എലികളെ പിടിക്കാൻ ബുദ്ധിമുട്ടായി. ഇങ്ങനെ പോയാ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. ഇര പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടെത്തണം. ആ, കിട്ടിപ്പോയി. ആ, അത് തന്നെ സൂത്രം. അങ്ങനെ പൂച്ച ഒരു സന്യാസിയുടെ വേഷം കെട്ടി എലികളുടെ മാളത്തിന്റെ അരികിലുള്ള ഒരു പാറപ്പുറത്ത് ധ്യാനനിരതനായിരുന്നു. മ്യാവൂ ക്രീം വനമതായ നമഃ. മ്യാവൂ ക്രീം വനമതായ നമഃ. എവിടെ നിന്നാണ് ആ ശബ്ദം? അറിഞ്ഞോ, നമ്മുടെ മാളത്തിന് കുറച്ചകലെയായി ഒരു പൂച്ച സന്യാസി ഇരിക്കുകയാണ്. അയ്യോ, നമ്മളെ കൊല്ലാനാണോ? ഒരു പാറപ്പുറത്ത് കണ്ണടച്ചിരിപ്പാണ്. എന്തോ പെറുപെറുക്കുന്നുമുണ്ട്. എങ്കിൽ നമുക്ക് ആ പൂച്ച സന്യാസിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അങ്ങനെ എലികളെല്ലാവരും പൂച്ച സന്യാസിയെ കാണാനായി മാളത്തിന്റെ പുറത്തിറങ്ങി. ഞാൻ ആ പൂച്ച സന്യാസിയുടെ മുന്നിലൂടെ നടന്നു. എന്നിട്ടും അവൻ എന്നെ പിടിക്കാൻ വന്നില്ല. എങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിനെ മുട്ടിയൊരുമി നോക്കി. ഞാനും അത് ശ്രദ്ധിച്ചു. പൂച്ച സന്യാസി ഇനി നമ്മളെ ആക്രമിക്കുമെന്ന് തോന്നുന്നില്ല. മ്യാവൂ ക്രീം വനമതായ നമഃ. മ്യാവൂ ക്രീം വനമതായ നമഃ. എല്ലാ എലിപ്പൈതങ്ങളും കേട്ടുകൊള്ളുവിൻ. ഇനിമേൽ നാം നിങ്ങളെ ആരെയും തിന്നുകയില്ല. നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് നാം വന്നിരിക്കുന്നത്. നാം ഒരുപാട് എലികളെ കൊന്നു തിന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്താപം കൊണ്ടാണ് നാം സന്യാസിയായി മാറിയത്. ഈ വനലോകത്താകെ ശാന്തി വരുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ എലിപ്പൈതങ്ങളും വന്ന് അനുഗ്രഹം വാങ്ങുവിൻ. മ്യാവൂ ക്രീം വനമതായ നമഃ. അങ്ങനെ എല്ലാ എലികളും പൂച്ച സന്യാസിയുടെ അനുഗ്രഹം വാങ്ങുക പതിവാക്കി.
ഒരു ദിവസം സന്യാസിയുടെ അനുഗ്രഹവും വാങ്ങി എലികൾ പിരിയാനൊരുങ്ങുമ്പോൾ ഏയ് എലിപ്പൈതങ്ങളെ, എല്ലാവരും ഒന്ന് നിൽക്കൂ. എന്താ സ്വാമിജി? നിങ്ങൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു. അയ്യോ, എന്താപത്താണ് സ്വാമി? അങ്ങ് കിഴക്കൻ മലയിൽ നിന്ന് നിങ്ങൾക്കൊരു ശത്രു വരുന്നതായി നാം കാണുന്നു. സ്വാമിജി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏയ് ഭയപ്പെടേണ്ട, നമുക്കൊരു ശത്രു സംഹാര പൂച്ച നടത്താം. പൂച്ചയോ? അല്ല, പൂജ. അതിനായി നിങ്ങൾ ഓരോരുത്തരായി എന്റെ ആശ്രമത്തിലേക്ക് വന്നാൽ മതി. പിന്നെ നിങ്ങൾക്കാരെയും ഭയക്കാതെ ഈ കാട്ടിൽ എവിടെയും ജീവിക്കാം. സ്വാമിജി, അങ്ങ് ഒരു കാരുണ്യവാൻ തന്നെ. ഞങ്ങൾ ഒന്നൊന്നായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാം. അങ്ങനെ ഓരോ ദിവസവും ശത്രുസംഹാര പൂജയ്ക്കായി എലികൾ ഓരോരുത്തരായി പൂച്ച സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി. വരൂ വത്സ, കടന്നു വരൂ. കടന്നു വരൂ. എന്നാൽ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പൂജയ്ക്ക് പോയ എലികളൊന്നും തിരികെ വരാതായപ്പോൾ എലികളിൽ ചിലർക്ക് സംശയമായി. പൂജയ്ക്ക് പോയ ചങ്ങാതിമാരെയൊന്നും ഈ സ്വാമി തിരികെ വിടാത്തത് എന്താണ്? പൂജകൾ കഴിഞ്ഞു കാണില്ലായിരിക്കും. നമുക്ക് സ്വാമിജിയുടെ ആശ്രമം വരെ പോയാലോ? അങ്ങനെ എലികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ പൂച്ച സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. മ്യാവൂ ക്രീം വനമതായ നമ. മ്യാവൂ ക്രീം വനമതായ നമ. സ്വാമിജി, പൂജയ്ക്ക് വന്നവരെന്നും തിരികെ മാളങ്ങളിൽ എത്തുന്നില്ല. ആശ്രമത്തിൽ വന്നവരെല്ലാം ശത്രു സംഹാര പൂജയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ഉടൻ മടങ്ങി വരും. നിങ്ങൾ ഭയപ്പെടണ്ട. കൂട്ടുകാരെ, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെ ആ 3 എലികളും ചേർന്ന് പൂച്ചയുടെ ആശ്രമത്തിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി. അതിലൂടെ അവർ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ എത്തിയപ്പോൾ എലികൾ കണ്ടത്, അയ്യോ, ഇതൊരു കൊടും ചതിയാണല്ലോ. നമ്മുടെ കൂട്ടുകാരെ എല്ലാം ഈ പൂച്ച സന്യാസി കൊന്നു തിന്നു. ചാതിയൻ. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. പൂച്ച സന്യാസിയെ ഒരു പാഠം പഠിപ്പിക്കാൻ എലികൾ തീരുമാനിച്ചു. അതിനായി അവർ ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത ദിവസം തന്നെ 2 എലികൾ പൂച്ച സന്യാസിയുടെ ആശ്രമത്തിന്റെ മുന്നിലെത്തി. സ്വാമിജി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങ് ഈ കുഞ്ഞു പൈതങ്ങൾക്കായി ഒരു പൂജ നടത്തണം. എന്റെ നല്ല സമയത്താണ് നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാൻ തോന്നിയത്. ആരുടെ സമയം? എന്റെ അല്ല, നിങ്ങളുടെ നല്ല സമയം. നാക്കുളക്കിയതാ. ഓ, നല്ല ശത്രുദോഷമുണ്ട്. ഞാൻ വേഗം പോയി തീർത്തിട്ട് വരാം. എലിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പൂജ ചെയ്യാൻ അകത്തേക്ക് പോയ പൂച്ച സന്യാസി അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് വന്നു. സ്വാമിജി, എന്തായി? ശത്രുദോഷം തീർന്നോ? പൂച്ച സന്യാസിക്ക് കൊടുത്തത് കോലരക്കാണെന്ന് പൂച്ച അറിഞ്ഞതേയില്ല. പൂച്ച 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 സന്യാസി.